ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതാ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുട്ടയാണ് കേട്ടോ വേണ്ടത്. ഇതിപ്പോൾ 4 മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുട്ട എടുക്കാം കേട്ടോ. എന്നിട്ടിതാ ഇതുപോലെ ഒരു സ്ലൈസർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. 4 മുട്ടയും ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ ആയിരിക്കും കുറച്ചുകൂടെ എളുപ്പം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം ചെറുതായിട്ട് വേണം കേട്ടോ സ്ലൈസ് ചെയ്യാൻ, ഓവറായിട്ട് വലുതാക്കണ്ട. അപ്പോൾ ഇതാ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പം 2 മീഡിയം സൈസിലെ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്യുക, എല്ലാ ഇൻഗ്രീഡിയൻസും ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഇതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകും ഇഞ്ചിയുമാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടില്ലേ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതാ ഇതുപോലെ ചീസാണ് കേട്ടോ. നമ്മൾ പിസക്കെല്ലാം യൂസ് ചെയ്യുന്ന ചീസ് എടുക്കുക. ഇതിപ്പം ഈ ഒരു പീസ് ഞാനിങ്ങനെ തന്നെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ, നമ്മൾ നേരത്തെ മുട്ട സ്ലൈസ് ചെയ്തതുപോലെ. പിന്നെ വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തില്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി കേട്ടോ. ഇതൊന്നും കൂടി പോവേണ്ട, അത്രയും മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂണ് മതി, അതിൽ കൂടുതലാവണ്ട. പിന്നെ വേണ്ടത് റെഡ് ചില്ലി സോസില്ലേ, അതും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം എല്ലാം കൂടി കമ്പൈൻ ആവണം കേട്ടോ, അതുവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറൊന്നും ചേർക്കാനില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്കാണ്. അപ്പം ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അതിന് മുമ്പ് ഇതാ നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക ഒരു പാത്രത്തിലോട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ മുട്ട ബീറ്റ് ചെയ്യുമ്പം വേണേൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് പൊടിയും പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. വേണേൽ ഇട്ടാൽ മതി. ഞാനിപ്പം ഒന്നും ഇടുന്നില്ല, പ്ലെയിൻ ആയിട്ട് തന്നെ ജസ്റ്റ് ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഒരു സ്നാക്ക് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ട ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടൻ്റെ മിക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ഇത് ഒരു ലോലിപോപ്പായിട്ടും സെറ്റ് ചെയ്യാം. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടില്ല, അതുപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം ലോലിപോപ്പൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് ഇതാ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ബോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് മുട്ടയിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പം നല്ലോണം എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ കോട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം എണ്ണയിൽ നിന്ന് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം കോട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ലോണം കോട്ട് ചെയ്യാം കേട്ടോ, എല്ലായിടത്തും കവർ ചെയ്യുന്ന വിധത്തിൽ കോട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചൂടാകുമ്പോൾ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച സ്നാക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കൂടുതൽ കുക്ക് ചെയ്യാനൊന്നുമില്ല, അതിൽ കൂടുതൽ കുക്കാവാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല കേട്ടോ. അപ്പം ഒരു ഗോൾഡൻ കളർ ആകുമ്പം എടുത്ത് മാറ്റിയാൽ മതി.
അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടാ. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി സ്നാക്കാണ്. കഴിക്കുമ്പം മുട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയില്ല കേട്ടോ. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ, ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ചീസ് ഇടുമ്പം നല്ല ക്വാണ്ടിറ്റിയിലിട്ടാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. പിന്നെയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.